വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി, PG, BEd, IP ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ വിളിച്ച പ്രധാനപ്പെട്ട അപേക്ഷയായിരുന്നു ഡിഗ്രി അഡ്മിഷൻ. അതോടൊപ്പം തന്നെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനിയും അപേക്ഷ സമർപ്പിക്കാതെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. 9/6/2025 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ തന്നെ നമ്മുടെ ചാനൽ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ, അതായത് KPID സെക്യൂരിറ്റിക്ക് വെച്ച് ലോഗിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഫൈനൽ കൺഫർമേഷൻ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് നിങ്ങൾ ഈ നേരത്തെ അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ നിങ്ങൾ ആ ഒരു പേജിലോട്ട് വന്ന് അപ്ലൈ ചെയ്യാവുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ താഴെ നിങ്ങൾക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് സൈൻ ഇൻ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ KPIDയും സെക്യൂരിറ്റിക്കും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ കൺഫർമേഷൻ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കണം. ഇനി PDF ആണെങ്കിൽ ആ ഒരു PDF നിങ്ങൾ ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. ഈ ഒരു കാര്യം പ്രത്യേകം, കാരണം പല വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചിരുന്നു. എന്നാൽ എല്ലാ യൂണിവേഴ്സിറ്റികളും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ സംബന്ധമായിട്ട് ഓൾറെഡി അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക്, അതായത് നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് അത് ഡിഗ്രി അഡ്മിഷൻ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതേ രീതിയിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി വിളിച്ച വളരെ പ്രധാനപ്പെട്ട IP കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് IPKP 2025 കാണാൻ സാധിക്കും. അതായത് ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകളാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കുന്നത്, +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 5 വർഷം കൊണ്ട് ഡിഗ്രിയും PGയും കണ്ടിന്യൂസ് ആയിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സ്. അപ്പോൾ അതിൻ്റെ അപേക്ഷ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡേറ്റ് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിലവിൽ 10/6/2025 വരെ, അതായത് ജൂൺ 10 തീയതി വരെ അപേക്ഷ കൊടുക്കാനുള്ള സമയമുണ്ട്. അതിന് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷ ഫീസ് SC/ST വിഭാഗത്തിന് 205 മറ്റു വിഭാഗക്കാർക്ക് എല്ലാവർക്കും 495 രൂപയാണ് ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ IP കോഴ്സ് ഈ പറയുന്ന അവസരം എല്ലാ +2 വിദ്യാർത്ഥികളും ഡിഗ്രി അഡ്മിഷൻ കൊടുത്ത +2 വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ IPKP അപേക്ഷ കൊടുക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഇൻ്റഗ്രേറ്റഡ് PG എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരുണ്ട്. അതായത് നിങ്ങൾക്ക് ഡിഗ്രിയും PGയും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന കോഴ്സാണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ പ്രോസ്പെക്ട്സ്. ഈ ഒരു പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കോഴ്സുകൾ, ഏതൊക്കെയാണ് കോളേജുകൾ തുടങ്ങിയ എല്ലാ കാര്യവും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രോസ്പെക്ട്സ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് ഓരോ റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഈ ഒരു പേജിൽ ജസ്റ്റ് 11ാമത്തെ പേജിൽ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാംഡ് ഓഫേർഡ്, അപ്പോൾ ഏതൊക്കെയാണ് പ്രോഗ്രാംസുകൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ കോളേജ് നോക്കാം. ഒന്നാമതായിട്ട് ഇൻ്റഗ്രേറ്റഡ് MSc ബോട്ടണി വിത്ത് കമ്പ്യൂട്ടേഷൻ ബയോളജി. അപ്പോൾ MSc ബോട്ടണി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കുന്ന +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, സയൻസ് ഗ്രൂപ്പ് എടുത്ത വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന MSc ബോട്ടണി ഇൻ്റഗ്രേറ്റഡ്, അതായത് ഡിഗ്രിയും PGയും കണ്ടിന്യൂസ് പഠിക്കാൻ സാധിക്കുന്ന കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ MSc ബോട്ടണി +2 വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് MSc സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ MSc സൈക്കോളജി, അതുപോലെ MA പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, അതേപോലെ മലയാളം പ്രത്യേകം ശ്രദ്ധിക്കാം. മലയാളം, അതായത് ഡിഗ്രിയും PGയും കൂടിയുള്ളത് ഇൻ്റഗ്രേറ്റഡ് MA മലയാളം, അതേപോലെ ഇൻ്റഗ്രേറ്റഡ് MA ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസ്. ഇത്രയും സബ്ജക്റ്റുകളാണ്, അതായത് 6 സബ്ജക്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് PG ഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, അതായത് മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. പത്രത്തിൽ +2 കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഏതൊക്കെയാണ് കോളേജുകൾ എന്നുള്ളത് കൂടി വിദ്യാർത്ഥി മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് MES കല്ലടി കോളേജ്, പാലക്കാട് ജില്ലയിൽ. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് MSc സൈക്കോളജി 5 വർഷത്തെ കോഴ്സ്, 30 സീറ്റ് ഉണ്ട്. അതേപോലെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം, ഇവിടെയും 30 സീറ്റ്. MA പൊളിറ്റിക്സ് ശ്രീനാരായണ കോളേജ് നാട്ടിക തൃശ്ശൂർ, അതിൽ MES
മലപ്പുറം. അതേപോലെ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് തിരൂർ, MA ഇംഗ്ലീഷാണ് അവിടെ ഉള്ളത്, 30 കോഴ്സ്. CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് താനൂർ. ഓക്കെ, ഇത്രയും 6 കോളേജുകളാണ് നിലവിൽ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഇവിടെ ബാക്കിലോട്ട് വന്ന് IPKB 2025 അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഡിഗ്രി ഓൺലൈൻ അപേക്ഷ കൊടുത്തത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ KPD നിങ്ങളുടെ ജസ്റ്റ് SLC ബുക്കിൽ അതേ രീതിയിൽ നെയിം, നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കൺഫേം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് KPD സെക്യൂരിറ്റി കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് സൈൻ ഇൻ ചെയ്തുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസ്, അതേപോലെ ഓപ്ഷൻസ് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഈ പറഞ്ഞ നോർമലായിട്ട് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IPKB +2 വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു 6 കോളേജുകളായിട്ടുള്ള വിവിധ സബ്ജക്റ്റുകളിൽ ഈ പറയുന്ന അവസരം വിദ്യാർത്ഥികൾ നഷ്ടപ്പെടുത്തരുത്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന B.Ed കോഴ്സിൻ്റെയും അതേപോലെ തന്നെ നോർമലായിട്ടുള്ള PG കോഴ്സിൻ്റെയും അപേക്ഷ യൂണിവേഴ്സിറ്റി ഈ വീക്കിൽ, അതായത് ഏകദേശം ജൂൺ 1 തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ PG B.Ed ഉൾപ്പെടെയുള്ള കോഴ്സുകൾ അപേക്ഷ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ കൊടുക്കാത്തവരുടെ ഡേറ്റ് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ മെയ് 31 ആണെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് കഴിഞ്ഞ വീഡിയോ ഞാൻ ആ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത്തരത്തിൽ B.Ed കോഴ്സിന് അപേക്ഷ ഇനിയും കൊടുക്കാൻ ബാക്കിയുള്ളവർ MG യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കൊടുക്കുക. അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സംബന്ധമായിട്ട് നോട്ടിഫിക്കേഷൻ ഈ വീക്കിൽ തന്നെ അത് ജസ്റ്റ് ജൂൺ 1 അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥി നമ്മുടെ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തുക. കാരണം അതേപോലെ നിലവിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ട് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് വിദ്യാർത്ഥികൾക്കിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ പരമാവധി നമ്മുടെ ചാനലിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദ് ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.